To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ പാർട്ടിൽ പൊതുവായി ഇൻട്രൊഡക്ഷനും പിന്നെ എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ എബയോട്ടിക് ഫാക്ടേഴ്സ് നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഓർഗാനിസവും അതിൻ്റെ എബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ അൺഫേവറബിൾ ആയിട്ടാണെങ്കിൽ, അതായത് നമുക്ക് പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷൻ ആണെങ്കിൽ അതൊരു സ്ട്രെസ്സിന് കാരണമാകും. അപ്പോൾ ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇനി ആ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ അർത്ഥവത്തായൊരു ചോദ്യമുണ്ട്. അതായത് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അഡാപ്റ്റ് ചെയ്യും, നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് കൂടുതൽ അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്ലിമറ്റൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇവോൾവ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഓർഗാനിസംസ് സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഹയർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് കൂടുതൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ ഹൈലി ഇവോൾവ് ആണ്. അപ്പോൾ ആ ഓർഗാനിസത്തിലൊക്കെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി കണ്ടീഷൻ, ശരീരത്തിൻ്റെ അവസ്ഥ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്ന ഒരു മെക്കാനിസം ഉണ്ട്. നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഓഫ് എ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയൺമെൻറ്റ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ഓർ ഓസ്മോ റെഗുലേഷൻ ഓഫ് ദി ബോഡി ഫ്ലൂയിഡ്സ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഏതൊരു കണ്ടീഷനിൽ പോയാലും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തും. അതിനുള്ള എനർജി നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം ആംഫിബിയൻസ്, റെപ്റ്റൈൽസ് പോലുള്ള ലോവർ ഓർഗാനിസത്തിന് ഈ കഴിവില്ല. അപ്പോൾ അവർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. അപ്പോൾ അവർക്ക് ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ വേറെ ചില റെസ്പോൺസസ് ആണ് കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നല്ല ഒരു എക്സാമ്പിൾ, ഒരു അനാലജി എന്ന് പറയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്? എല്ലാ രാജ്യത്തെയും കാലാവസ്ഥ ഒരുപോലെ ആവണമെന്നില്ല, അല്ലേ? നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. അതായത് സമ്മറിലായാലും ഒത്തിരി ചൂടിലേക്ക് പോകാറില്ല, വിന്ററിലാണെങ്കിൽ നമ്മൾ ഒത്തിരി തണുപ്പിലേക്ക് പോകാറില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ടെമ്പറേച്ചർ കൂടി വരുന്നതായിട്ട് നമുക്കറിയാം. പല വീടുകളിലും ഇപ്പോൾ AC ഇല്ലാതെ പറ്റില്ല. എന്നാൽ കൂടിയും അതില്ലാതെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ സൂര്യാഘാതമേറ്റ് മരിക്കുകയോ അല്ലെങ്കിൽ ആളുകൾ ചൂടെടുത്ത് മരിക്കുന്ന സംഭവങ്ങൾ, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ കാണുന്ന പോലെ ഒരു സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ നമ്മുടെ രാജ്യത്തില്ല. നമ്മൾ ഗൾഫ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി വ്യത്യസ്തമാണ്, അല്ലേ? അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് AC ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ മസ്കറ്റിലാണിപ്പോൾ. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, ഇവിടെ ഭയങ്കര ചൂടാണ്. പക്ഷേ നമുക്ക് ചൂടിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജോലി നിർത്തിവെക്കാൻ പറ്റില്ല, അല്ലേ? നമ്മുടെ ജോലിയും നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ സപ്പോസ് എനിക്ക് എൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ ഒരു 28 ഡിഗ്രി അല്ലെങ്കിൽ 25 ഡിഗ്രിയിലാണ് എനിക്കിഷ്ടം. അതിൽ ഞാൻ വളരെ എഫിഷ്യൻ്റ് ആണ്, ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർട്ടിഫിഷ്യലായിട്ട് എൻ്റെ കണ്ടീഷൻസിനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കിപ്പം വീട്ടിലാണെങ്കിലും AC ഉണ്ട്, സ്കൂളിലെ ക്ലാസ് റൂംസിലാണെങ്കിലും AC ഉണ്ട്, നമ്മൾ വാഹനത്തിൽ പോകുമ്പം അതിലും ഉണ്ട്, ഷോപ്പിംഗ് മാളിൽ പോയാൽ അവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ AC ഉള്ളത് കൊണ്ട് തന്നെ സമ്മറിൻ്റെ ആ കാഠിന്യം നമ്മൾ വളരെ അനുഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തല്ലാതെ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമ്മൾ AC വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ കണ്ടീഷനിലൂടെ ആ ടെമ്പറേച്ചർ 28ഓ 30ഓ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് നമ്മുടെ ജീവിതം അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വേറൊരു രാജ്യത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്രയും പറ്റണമെന്നോ ഇല്ല. കാരണം അവർക്ക് ഇത് അഫോർഡ് ചെയ്യാനുള്ള പണമില്ലായിരിക്കും. അപ്പം നമുക്കറിയാം പല സ്ഥലത്തും ആൾക്കാർ സൂര്യാഘാതമേറ്റ് മരിക്കുന്നു. കാരണം ആദ്യമൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ചൂടെടുക്കുമ്പോൾ വേർക്കും, അല്ലേ? വേർത്തിട്ട് നമ്മൾ കുറേ കഴിയുമ്പോഴേക്കും അതിലും നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ചിലപ്പോൾ മരണത്തിലേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്, അത്രയ്ക്ക് സ്കോർച്ചിങ് സൺ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഇല്ലാത്തത് അവരുടെ കയ്യിൽ? അവർക്ക് ഒരു AC മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണമില്ല. വ്യക്തികളുടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ കൂടെ കാര്യമാണ്. കാരണം കൺട്രിയുടെ ഹോൾ ഇക്കണോമി കൂടുതലാണെങ്കിൽ മാത്രമേ ഇത് എല്ലാ സ്ഥലത്തും ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിനുള്ള എനർജി, അതായത് ഇലക്ട്രിസിറ്റി വേണമല്ലോ, ഇതിനൊക്കെ ഇലക്ട്രിസിറ്റി അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാനും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആ കൺട്രിക്ക് തന്നെ വേണം, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഉദാഹരണത്തിൽ നമ്മളിവിടെ പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവജാലങ്ങളുടെ കാര്യത്തിൽ അത് എനർജി എന്ന രീതിയിൽ നമുക്കെടുക്കാം.
അപ്പോൾ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് ഈ എ സി വെക്കാനുള്ള പണം ഉണ്ട്. പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ എ സി ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയാണ്. പക്ഷേ എല്ലാവരും എ സി ഉള്ളത് കൊണ്ടാണ് ഈ കൺട്രിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ ചൂടുള്ള സമയത്ത് എല്ലാ പണിയും നിർത്തിവെച്ചിരുന്നിരുന്നെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതി എന്താവുമായിരുന്നു അല്ലെ? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബേർഡ്സും മാമൽസും സസ്തനികളും അല്ലെങ്കിൽ പക്ഷികളും ഒക്കെ അവർക്ക് എന്താണ് ഹൈ എനർജി ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അവരുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സും ആ ചേമ്പേഴ്സ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിട്ട് മിക്സിംഗ് ഓഫ് ബ്ലഡ് നടക്കാത്തത് കൊണ്ട് എനർജി എഫിഷ്യൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് അവർക്ക് കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി പുറത്ത് എന്ത് തന്നെ നടന്നാലും എത്ര ടെമ്പറേച്ചർ കൂടിയാലും അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷൻ വന്നാലും നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലേ? അതേസമയം ഈ ലോവർ ഓർഗാനിസത്തിന് ഒട്ടും പറ്റില്ല. അവരുടെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുറമേയുള്ള ടെമ്പറേച്ചറിന് അനുസരിച്ച്. അപ്പോൾ അവർക്ക് എന്താണ് ഇല്ലാത്തത്? എനർജി ഇല്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി ഇല്ല. അവരുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 ചേമ്പേർഡ് ഹാർട്ടാണ്. അതായത് വെൻട്രിക്കിൾസിൽ വരുമ്പം ഓക്സിജനേറ്റഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഒക്കെ മിക്സ് ചെയ്യും അല്ലേ? അപ്പോൾ അവരുടെ എനർജി എഫിഷ്യൻസി കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ബോഡി ഇന്റേണൽ എൻവയൺമെന്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ കഴിയാത്തത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഇനി നമ്മൾ ഓർഗാനിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള പല ഓർഗാനിസത്തിന്റെ റെസ്പോൺസസ് എടുത്താൽ അതിനെ ടോട്ടലായിട്ട് നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ആദ്യത്തിന്റെ പേരാണ് റെഗുലേറ്റ്, രണ്ടാമത് കൺഫേം, മൂന്നാമത് മൈഗ്രേറ്റ്, നാലാമത് സസ്പെൻഡ്. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിയന്ത്രിക്കുക അല്ലേ? അതായത് ഞാനിപ്പോൾ പറഞ്ഞ മാമൽസ്, ബേർഡ്സ് പോലുള്ള ഹയർ ഓർഗാനിസത്തിന് ഔട്ട്സൈഡിലെ എന്ത് കണ്ടീഷൻ ആയെങ്കിലും അവരുടെ ബോഡിയിലെ കണ്ടീഷൻ നിയന്ത്രിച്ച് നിർത്താൻ കഴിയും. അതായത് എസ്പെഷ്യലി ടെമ്പറേച്ചറും ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും ബോഡി ഫ്ലൂയിഡിന്റെ ഓസ്മോസിസും അത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് മാമൽസ്, ബേർഡ്സ് ആണ്. അതുകൂടാതെ ചില ലോവർ വെർട്ടിബ്രേറ്റ്സും ലോവർ ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസിനും ഇതിനുള്ള കഴിവുണ്ട്. നമുക്കറിയാം സഹാറ ഡെസേർട്ടിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ് അല്ലേ? അതുപോലെ തന്നെയാണ് അന്റാർട്ടിക്കയിലും ടെമ്പറേച്ചർ വളരെ കുറവാണ്. പക്ഷേ അവിടെ ചില ആനിമൽസ് സക്സസ്ഫുൾ ആകാനുള്ള കാരണം ഈ ബയോളജിസ്റ്റ് ഓർ ഇക്കോളജിസ്റ്റ് പറയുന്നത് എന്താണ്? അവരുടെ എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദെയർ കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയൺമെന്റ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതൊരു ഓർഗാനിസവും ഏതൊരു മാമലും നമ്മളെപ്പോലെ തന്നെയാണ് ബോഡി റെഗുലേഷൻ നടത്തുന്നത്. അതായത് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് നമുക്കറിയാം, നമുക്ക് ചൂട് കൂടുമ്പോൾ നമ്മൾ വിയർക്കാൻ തുടങ്ങും അല്ലേ? ഈ വിയർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇവോപ്പറേറ്റീവ് കൂളിങ്ങിലൂടെ നമ്മുടെ ശരീരം തണുപ്പിക്കാനാണ്. നമുക്കറിയാം വിയർപ്പിന്റെ കണങ്ങൾ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ പുറന്തള്ളുമ്പോൾ നമ്മുടെ ത്വക്കിന്റെ പുറത്ത് വന്നിട്ട് അത് ആവിയായിട്ട് പോകും. അപ്പോൾ ഇത് ആവിയാകാനുള്ള ഒരു ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നതുകൊണ്ട് ആ ഭാഗം തണുക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ നല്ല വേർതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വേർത്ത ഭാഗം തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഇവോപ്പറേറ്റീവ് കൂളിങ്ങിന്റെ ഇഫക്റ്റാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് വരുന്നത്. അത് ഭയങ്കര തണുപ്പാണെങ്കിലോ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങും അല്ലേ? ഈ വിറയ്ക്കുന്നത് എന്താണ്? ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി ബോഡി ടെമ്പറേച്ചർ കൂട്ടാനുമുള്ള ബോഡിയുടെ തന്നെ ഒരു മെക്കാനിസമാണിത്. പക്ഷേ പ്ലാന്റ്സിന് ഈ കഴിവുണ്ടോ? ഇല്ല. പ്ലാന്റ്സിന് അവരുടെ കോൺസ്റ്റന്റ് എൻവയറൺമെന്റൽ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല. ഈ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിന് 2 മീൻസിലാണ് അത് ചെയ്യുന്നത്, 2 വഴിയിലാണ് അവർ ചെയ്യുന്നത്. ഫിസിയോളജിക്കൽ റെസ്പോൺസും ആകാം, അല്ലെങ്കിൽ ബിഹേവിയറൽ റെസ്പോൺസും ആകാം. ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെ? ഇപ്പോൾ ടെമ്പറേച്ചർ മാറ്റുക എന്നുള്ളത് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. പക്ഷേ ചില സമയത്ത് അത് ബിഹേവിയറൽ മീൻസും ആകാം. അതും നമ്മൾ പല ഓർഗാനിസത്തിലും കണ്ടുവരുന്നത്. അതായത് അവരുടെ സ്വഭാവ രീതി ചേഞ്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടാണ് അവർ ആ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനെ അവർ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തൊരു മീൻസ് ആണ് റെസ്പോൺസിനുള്ള മറ്റൊരു മാർഗമാണ് കൺഫേം എന്ന് പറയുന്നത്. ഈ കൺഫേം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതുമായിട്ട് അങ്ങ് താതാത്മ്യം പ്രാപിക്കുക, അല്ലെങ്കിൽ നമ്മളങ്ങ് കീഴടങ്ങുക എന്നുള്ള രീതിയിലാണ് അല്ലേ? അത് അങ്ങ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓർഗാനിസം എന്ന് പറയുന്നത് 99% ഓഫ് ദി ആനിമൽസ് ആൻഡ് ഓൾ പ്ലാന്റ്സ് അവർക്കെല്ലാം ഈ ഒരു കൺഫേമേഴ്സ് ആണ്. അവരുടെ കയ്യിൽ അതിനുള്ള എനർജി ഇല്ല. അവരൊക്കെ ലെസ് ആക്റ്റീവ് ആനിമൽസ് ആണ്. അപ്പോൾ ഇവർക്ക് ബോഡി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പുറത്തെ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനനുസരിച്ച് കൂടും, കുറയുമ്പോൾ അതിനനുസരിച്ച് കുറയും. ഇനി വെള്ളത്തിലുള്ള ആനിമൽസ് ആണെങ്കിൽ ചുറ്റുമുള്ള വെള്ളത്തിന്റെ സ്ഥിതി മാറുന്നതനുസരിച്ചിട്ട് അവരുടെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനും മാറിക്കൊണ്ടിരിക്കാറാണ് പതിവ്. തെർമോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എനർജറ്റിക്കലി എക്സ്പെൻസീവ് പ്രോസസ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ? കുറേ എനർജി വേണം. അപ്പം ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഹീറ്റ് ഗെയിൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് സർഫസ് ഏരിയ.
അതായത് സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ചാണ് ചൂട് നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ചൂട് നഷ്ടപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസർവ് ചെയ്ത് വെക്കുന്നതും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കട്ടിയുള്ള ഒരു പുതപ്പോ എന്തെങ്കിലും നനച്ചിട്ട് അതിങ്ങനെ ചുരുട്ടി കൂട്ടി വെക്കുകയാണെങ്കിൽ അത് ഒരിക്കലും പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അല്ലേ. അതേസമയം ആ പുതപ്പ് ഞാൻ നല്ല വിരിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഉണങ്ങി കിട്ടും. അതെന്തുകൊണ്ടാണ്? ഞാൻ വിരിച്ചിടുമ്പോൾ അതിൻ്റെ എല്ലാ സർഫസും എൻവയൺമെൻറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആണ്, പെട്ടെന്ന് ഇവോപ്പറേഷൻ നടക്കും. സമയം ചുരുട്ടി വെച്ചിരുന്നാൽ ചില ഭാഗങ്ങൾ മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആനിമൽസിൻ്റെ സർഫസ് ഏരിയ നോക്കുക. അപ്പം നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ പറയുമ്പോൾ വലിയ ആനിമൽസിന് ഓക്കെ വലിയ സർഫസ് ഏരിയ, ഒരു ആന, ഒരു കുഞ്ഞു ബേർഡിന് കുറച്ച് സർഫസ് ഏരിയ അല്ലേ. പക്ഷെ അത് തെറ്റാണ്. സർഫസ് ഏരിയ കമ്പയർഡ് ടു ബോഡി വോളിയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ആന എന്നുള്ളൊരു വലിയ ആനിമൽ എടുക്കുമ്പോൾ അതിൻ്റെ പുറത്ത് എക്സ്പോസ് ആയിരിക്കുന്ന സർഫസിനേക്കാൾ അതിൻ്റെ ഉള്ളിൽ കോംപ്ലക്സിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ബോഡി വോളിയം അനുസരിച്ച് നോക്കുമ്പോൾ കുറച്ച് ഏരിയസ് എക്സ്പോസ് ആയിട്ടുള്ളൂ. അതേസമയം ഒരു ചെറിയൊരു പക്ഷി, ഒരു ഹമ്മിങ് ബേർഡോ അല്ലെങ്കിൽ ഒരു ചെറിയ കുരുവി അല്ലേ, അല്ലെങ്കിൽ ഒരു ഷൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡിക്ക് അകത്തുള്ളത് ആ ഏരിയ കുറച്ചായതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും എക്സ്പോസ്ഡ് ആണ്. സോ അപ്പോൾ അവരുടെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? കൂടുതലാണ്. അപ്പോൾ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ഹീറ്റ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആനിമൽസ് ഒന്നും തണുത്ത രാജ്യത്ത് പോയി താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പോളാർ റീജിയനിൽ നോക്കിയാൽ ചെറിയ ബേർഡ്സോ അല്ലെങ്കിൽ ചെറിയ ആനിമൽസിനെ കാണുന്നില്ല അല്ലേ. അവിടെയെല്ലാം വലിയ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് NCERT പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനിയും വേറൊരു തരം ആനിമൽസ് ഉണ്ട്. അവരാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ്. അതായത് അവർ ഏറെക്കുറെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഒരു പരിധിവരെ അവരുടെ ബോഡി ടെമ്പറേച്ചർ ആയാലും ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ആയാലും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് കഴിഞ്ഞ് അവരെ കൊണ്ട് പറ്റില്ല. അവരെന്ത് ചെയ്യും? കൺഫേം ചെയ്ത് പോവുകയാണ്. ഇങ്ങനെയുള്ള ഓർഗാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യൽ റെഗുലേറ്റേഴ്സ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന രണ്ട് റെസ്പോൺസസ്, അതായത് മൈഗ്രേറ്റും സസ്പെൻഡും, ഇത് രണ്ടും തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് ഈ ഉണ്ടാകുന്ന സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഒന്നുകിൽ അത് ലോക്കലൈസ്ഡ് മാത്രമാണ്, പിന്നെ അതോടൊപ്പം തന്നെ അതൊരു ഷോർട്ട് ഡ്യൂറേഷനും കൂടെ ഉള്ളതാണ്. അതായത് ആ ആനിമൽ അല്ലെങ്കിൽ ഓർഗാനിസം ജീവിക്കുന്ന ആ ചുറ്റുപാടിൽ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ അവർക്കറിയാം അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തിരിച്ച് ശരിയാവുന്നു. അപ്പോൾ അല്ലാതെ നമ്മൾ പറഞ്ഞ പോളാർ റീജിയനിലെ പോലെ ത്രൂ ഔട്ട് ദ ഇയർ ഉള്ള പ്രശ്നമല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? തൽക്കാലമായിട്ട് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് മൈഗ്രേഷൻ. മൈഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം. മൈഗ്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഫിഷും മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആനിമൽസ് ലോങ് ഡിസ്റ്റൻസ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രി, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിൽ നിന്ന് വേറൊരു കോണ്ടിനെന്റിലേക്ക് തന്നെ പോകും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വിൻ്റർ സീസണിൽ സൈബീരിയ റഷ്യയിലാണ് അല്ലേ, അവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് ബേർഡ്സ് ഇങ്ങോട്ട് വരും, നമ്മുടെ ഭരത്പൂർ രാജസ്ഥാനിലെ കിലാഡോ നാഷണൽ പാർക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദൂരം താണ്ടിയാണ് അവരിവിടെ എത്തുന്നത്. എന്നിട്ട് ഇവരിവിടെ സ്ഥിരതാമസം വരുന്നതാണോ? അല്ല. അവിടെ ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇവരിവിടുന്ന് തിരിച്ചു പോകും. അവർക്ക് ആ സീസണൽ ചേഞ്ചസ് അറിയാൻ പറ്റും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഷോർട്ട് ഡേ ലോങ് ഡേയെ കുറിച്ചൊക്കെ അല്ലേ. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബേർഡ്സൊക്കെ മൈഗ്രേറ്ററി ബേർഡ്സ് തിരിച്ചു പോകും. അപ്പം നമ്മൾ ഹ്യൂമൻ്റെ കാര്യത്തിലൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സമ്മറിൽ ഭയങ്കര ചൂടാണ് അല്ലേ. അപ്പോൾ ഒരുവിധം കാശുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഒരു AC ഒക്കെ വാങ്ങിച്ചു വെച്ച് അവിടെ അങ്ങ് ഇരിക്കും. കുറച്ചും കൂടെ കാശുള്ളവരാണെങ്കിലോ ദേ ക്യാൻ തിങ്ക് ഓഫ് ഒരു ട്രിപ്പിനെ കുറിച്ച് അല്ലേ, ഒരു ഹോളിഡേ ട്രിപ്പ് പോലെ പോവാം ഫാമിലിയായിട്ട്. കുളു, മനാലിയോ ഷിംലയിലൊക്കെ പോയിട്ട്, അവിടെ നല്ല തണുപ്പല്ലേ, ഹിമാലയ താഴ്വരകളല്ലേ. അപ്പോൾ അവിടെ പോയി ഒന്ന് കറങ്ങി അടിച്ച് വരുമ്പോഴേക്കും ഇവിടുത്തെ ചൂടൊക്കെ ഒന്ന് ഒതുങ്ങും. അതല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? കെട്ടി വേറെ കുറച്ചും കൂടെ പണം ഉണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡോ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും ഇവിടുത്തെ കണ്ടീഷനൊക്കെ മാറും, ഒരു ആശ്വാസം കിട്ടും അല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ്? പണത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പണം എന്ന് ഉദ്ദേശിക്കുന്ന ആനിമൽസിൻ്റെ കാര്യത്തിൽ എന്താണ്? എനർജി. അപ്പോൾ പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യണേ? ഇതൊക്കെ സഹിച്ചാൽ അവിടെ തന്നെ കഴിയവർക്ക് നിർത്തിയുള്ളൂ. അപ്പോൾ അതാണ് മൈഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റുള്ള ഒരു റെസ്പോൺസ് ആണ് സസ്പെൻഡ്. നമ്മൾ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നിർത്തിവെക്കുക അല്ലേ, കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഈ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആനിമൽസ് എന്ത് ചെയ്യും? അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം സസ്പെൻഡ് ചെയ്യാറാണ് പതിവ്. അതായത് ഇപ്പം ബെയർ, കരടിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹൈബർനേറ്റ് ചെയ്യും. ഹൈബർനേറ്റ് എന്ന് പറഞ്ഞാൽ വിന്റർ സ്ലീപ്പാണ്. തണുപ്പ് പുറത്ത് കൂടുമ്പോഴേക്കും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നിർത്തി വെച്ചിട്ട് അങ്ങ് ഉറങ്ങാൻ പോകും, അവർ വിന്റർ സ്ലീപ്പിലേക്ക് പോകും. ഈ സമയത്ത് വളരെ റെസ്പിറേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. ബാക്കി അവർ അതിന് മുന്നേ ഒത്തിരി ഫാറ്റ് അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതാണ് യൂസ് ചെയ്തിട്ട് ഈ എനർജി, റെസ്പിറേഷനുള്ള എനർജി കിട്ടുന്നത്.
ഇനി അതേപോലെ ഫിഷ്, സ്നെയിൽ, ഒച്ചൊക്കെ അവരെന്താ ചെയ്യുന്നത്? അവർ സമ്മർ സ്ലീപ്പിലോട്ടാണ് പോകുന്നത്. ചൂട് കൂടുമ്പോഴേക്കും ആ വെള്ളമൊക്കെ വറ്റാറാവുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? സമ്മർ സ്ലീപ്പിൽ പോകും. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് റിലേറ്റഡ് ഡെസിക്കേഷൻ തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു എസ്കേപ്പിംഗ് ഇൻ ടൈമാണ്. അവർ ആ സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ് സൂ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത് എന്താണ്? മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ഇൻ വാട്ടർ. അതിൽ ആനിമൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ സൂ പ്ലാങ്ക്ടൺസ് എന്ന് പറയും. അപ്പോൾ അവർക്കും ഈ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഉണ്ട്. പക്ഷേ അവർ സ്ലീപ്പിലേക്കൊന്നും പോകാനുള്ള ഒരു അവസ്ഥയിലല്ല. പക്ഷേ അവരെന്താ ചെയ്യുന്നത്? അവരുടെ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ ഒന്ന് നിർത്തിവെക്കും. അതിനെ പറയുന്ന പേരാണ് ഡയാപോസ്. പോസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നമ്മളിപ്പം ഒരു യൂട്യൂബ് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴോ TV കാണുമ്പോഴൊക്കെ നമുക്ക് പോസ് ചെയ്യാൻ പറ്റും. പോസ് ചെയ്തിട്ട് നമ്മൾ പ്ലേ ഞെക്കുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഈ സൂ പ്ലാങ്ക്ടൺസും അങ്ങനെയാണ്. അവ ഉറങ്ങുന്നൊന്നുമില്ല, പക്ഷേ അവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിലോട്ട് പോകുന്നില്ല, അടുത്തതിലോട്ട് പോകുന്നില്ല. അവർ അതിലങ്ങ് റിമെയിൻ ചെയ്യും. അടുത്ത ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ നെക്സ്റ്റ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് ലൈഫ് സൈക്കിളിൽ മുമ്പോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്പോൺസസ് എപ്പോഴാണ് ഈ എബയോട്ടിക് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന സ്ട്രെസ്ഫുൾ കണ്ടീഷനിലേക്ക് വേണ്ടിയിട്ട് ഉള്ളത്. ഈ പോർഷൻ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.